മിക്സ്ഡ് മാർഷൽ ആർട്സ് ആയ MMA-യിൽ അഗ്രഗണ്യനാവണം എന്നതായിരുന്നു ലൈഗറിന്റെ ആഗ്രഹം. ലൈഗറിന്റെ അച്ഛൻ ഒരു MMA ചാമ്പ്യൻ ആയിരുന്നു. എന്നാൽ അതിനിടയിൽ ഉണ്ടായ ഒരു വാഹനാപകടത്തിൽ മരണപ്പെടുന്നു. അതിനുശേഷം ലൈഗറിന്റെ അമ്മ അവനെ അച്ഛനെ പോലെ ആയിത്തീരാനായിരുന്നു വളർത്തിയത്. അതിനുവേണ്ടി മുംബൈയിലെ ഏറ്റവും വലിയ MMA പരിശീലനം നൽകുന്ന സ്ഥലത്ത് പോകുന്നു. അവിടെ വളരെയധികം ഫീസ് വേണമായിരുന്നു ഈ വിദ്യ പഠിക്കാൻ. എന്നാൽ ലൈഗറിന്റെ അമ്മ തങ്ങളുടെ കയ്യിൽ പൈസ ഇല്ല എന്നും ഇവിടെയുള്ള എന്തു പണിയും അവൻ ചെയ്യുമെന്നും അതുപോലെ അവന്റെ അച്ഛന്റെ പേരും പറയുന്നു. ഇതു കേട്ട അദ്ദേഹം അവനോട് ഫ്രീ ആയി ജോയിൻ ചെയ്യാൻ പറയുന്നു. വിക്ക് ഉള്ള അവനെ ആദ്യം എല്ലാവരും കളിയാക്കിയെങ്കിലും അവന്റെ കോപത്തിന്റെ മുമ്പിൽ എല്ലാവരും തോറ്റുപോകുന്നു. അതുപോലെ വേറെ ഒരു കോച്ചിങ് ഗ്രൂപ്പും ലൈഗറിന്റെ ഗ്രൂപ്പും തമ്മിൽ അടി പതിവാകുന്നു. ഒരു ദിവസം ഒരു ചെറിയോള് ആള് മാറിപ്പോയതാണെങ്കിലും ലൈഗറിനോട് തട്ടിക്കയറുന്നു. അവൻ അവളുടെ കോളറൊക്കെ പിടിച്ച് ഒഴിവാക്കി വിടുന്നു. അതിന്റെ ചോരത്തിളപ്പിൽ അവൾ കോച്ചിങ് സെന്ററിൽ എത്തിയെങ്കിലും അവിടെ ഉണ്ടായ മത്സരത്തിൽ അവൻ എല്ലാവരെയും അടിച്ചിടുന്നത് കണ്ട് അവൾ അവന്റെ ഫാനാവുന്നു. അതുപോലെ അവൾക്ക് അവനോട് കാതലും തുടങ്ങുന്നു. അവൾ അവനോട് ഇഷ്ടം പറയുന്നതും സെറ്റാവുന്നതും ഒന്നിച്ചായിരുന്നു. പെണ്ണ് വന്നാൽ നിന്റെ ജീവിതം നശിച്ചു പോകും പറഞ്ഞ് അവനോട് ഈ ബന്ധം നിർത്താൻ പറയുന്നുണ്ട് അവന്റെ അമ്മ. അടുത്ത ദിവസം കറങ്ങാൻ പോയപ്പോൾ അവൻ വിക്കനാണെന്ന് പറഞ്ഞ് അവൾ അവനെ ഒഴിവാക്കി പോകുന്നു. ആ വിഷമത്തിൽ പ്രാക്ടീസ് വരെ ചെയ്യാതായി അവൻ. എന്നാൽ അവന്റെ അമ്മ അവളോടുള്ള കോപം MMA-യിലേക്ക് കൊണ്ടിടുന്നു. അങ്ങനെ ഇന്ത്യൻ ലീഗിൽ ഫസ്റ്റ് അടിച്ച് അവൻ ചാമ്പ്യനാവുന്നു. പൈസ ഇല്ലാത്തത് കൊണ്ട് ഇന്റർനാഷണൽ മത്സരത്തിന് പോവാൻ പറ്റാത്ത അവനെ ഒരാൾ സഹായിക്കുന്നു. ആദ്യമായിട്ടായിരുന്നു ഒരു ഇന്ത്യൻ അത് മത്സരിക്കാൻ പോകുന്നത്. അവിടെ നിന്നും കളിയൊക്കെ ജയിച്ച് അവൻ ഫൈനലിൽ എത്തുന്നു. അപ്പോഴായിരുന്നു അവനെ ഇവിടേക്ക് കൊണ്ടുവന്ന സ്പോൺസർ അവളുടെ പണ്ടത്തെ ലവറിന്റെ അച്ഛനാണെന്ന് അറിഞ്ഞത്. അവൾ അവനിൽ ഒരു വാശി ഉണ്ടാക്കാനായിരുന്നു ബ്രേക്കപ്പ് എന്ന് പറഞ്ഞു പോയത്. അതിനിടയിൽ അവളെ കുറച്ചു പേർ തട്ടിക്കൊണ്ടുപോകുന്നു. അവളെ രക്ഷിക്കാൻ ലൈഗർ പോയപ്പോഴായിരുന്നു അവളെ തട്ടിക്കൊണ്ടുപോയത് അവൻ ആരാധിക്കുന്ന ലോക പ്രശസ്ത MMA ചാമ്പ്യനാണെന്ന് മനസ്സിലായത്. ശേഷം അവനെ തല്ലി തോൽപ്പിച്ച് അവളെയും കൊണ്ട് തിരിച്ചു വരുന്നു.